പറയണം. തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കമ്പ്, തമ്പ്രാൻ കൊടുത്തത് മലരമ്പ്. തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കമ്പ്, ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന്. തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കമ്പ്, ചങ്ങല കിലുക്കം കേൾക്കുമ്പോ ചങ്കിലകത്തൊരു പെടപെടപ്പ്. കാണുമ്പോ പെണ്ണിന്റെ കവിളത്ത് തൊടുതുടുപ്പ്. തനതാന താന തനതാന സുന്ദരി വന്നു ഗസലാൽ സോമവരത്ത കണ്ണീരജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേരി നിന്റെ മഹിമ. അറബിക്കടയിലെ റാണിയം ഓരോ കിരാവിലും വന്നു നീ. അരവരമത്തിന്റെ താളമായി ആടൂരങ്ങളുടെ കൗതുകം. അറബിക്കടയിലെ റാണിയം ഓരോ കിരാവിലും വന്നു നീ. അരവരമത്തിന്റെ താളമായി ആടൂരങ്ങൾ വന്നു നീ. പെരുമണിക്കൊരു സണിഞ്ഞ പെണ്ണേ വെള്ളിലഴു മോഹിക്കും നിന്നെ. സുന്ദരി വന്നു ഗസലായി സുരുമരച്ച കണ്ണീരജുന. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. മഹുവചാരത്ത് വന്നാൽ അഴകരം മണ്ണിൽ പന്തലിൽ നിന്നി തിളങ്ങി നിന്ന നാൾ. നിന്നെ പ്രേസിയാക്കുവാൻ മഹുവചാരത്ത് വന്ന നാൾ അഴകരം മണ്ണിൽ പന്തലിൽ നിന്നി തിളങ്ങി നിന്ന നാൾ. ഇമ്പത്തോവന്റെ സഖിയായി ഇനിയെന്റെ ആനന്ദം വരമായി. സുന്ദരി വന്നു ഗസലായി സുരുമരച്ച പെണ്ണീരജുല. ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ. നെഞ്ചിൽ മഞ്ഞൾ തേച്ച് കുളിക്കയിൽ
കൊലുസിന്റെ മണിയാക എണ്ണിക്കണ്ട മാറ്റായി ഒരു കണ്ണിൽ നീർക്കസിയാ ഉടുപ്പ് വഴി ഉസുക്കസിയാ ഉണ്ടാല சில முறை இறக்கம் சில முறையில் இறக்கமானதே அல ஆட்டோட விழுந்தையலா அந்த ஆட்டோட போது போய் நெஞ்சு உன்னோடு தான் பின்னோடு பஸ் அடையாளம் மறந்து காத்து மரமும் பார்க்கிறதே உனக்கு சிறுத்தவளே என்னை குங்குமத்தில் காய்ச்சவளே நெஞ்சில் மண்ணை தச்சு குளிக்க என்ன கொஞ்சம் சுத்தாயே கொலுசுங்கள் மணியாக எண்ணிக்கொண்டு மாட்டுத்தாயே കാഴ്ചയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. കണ്ടൽക്കാടുകൾ എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? നോക്കിയാല് എല്ലാവർക്കും കാണാം. ചേർത്തുവായിലുള്ള കണ്ടൽക്കാടുകൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കണ്ടൽക്കാടുകളാണ്. ഏകദേശം 8.4 ഏക്കർ സ്ഥലം വ്യാപനം ചെയ്തിട്ടുള്ള ഈ കണ്ടൽക്കാടുകൾ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിൽ ഡിജിറ്റൽ അളവ് കഴിഞ്ഞിട്ടുള്ളതാണ്. പാതിര കൊക്കുകളുടെ ആവാസ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കണ്ടൽക്കാടുകൾ. വനം വന്യജീവി വകുപ്പിന്റെ കീഴിലാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രകൃതിയിലെ 2 സിസ്റ്റങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടൽക്കാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന് എക്കോ സിസ്റ്റവും രണ്ടാമത്തേത് അക്വാറ്റിക് സിസ്റ്റവും.
മുകളിൽ പക്ഷികൾ വളരുകയും താഴെ മത്സ്യങ്ങൾ വളരുകയും ചെയ്യുന്ന ഒരേ ഒരു മരം കണ്ടൽ മരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് വെട്ടി നശിപ്പിക്കാൻ പാടുള്ളതല്ല. വെട്ടി നശിപ്പിച്ചാൽ ശിക്ഷാർഹമാണ്. രാജ ഐലൻഡ് ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. രാജ ഐലൻഡ്, കാജാബേഡി ഗ്രൂപ്പിന്റെ രാജ ഐലൻഡ്. ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ നടക്കും. ഫോറിനേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരിക. രാജ ഐലൻഡ്. വിളിക്കണ്ടേ ഇവിടുന്ന് ചാടുന്ന കീപ്പട്ടെ തന്നെ നേരത്തെ പോരണ്ടിരുന്നു കണ്ടേ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യം മണിമുത്ത് രാജാത്തി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഇതാണി രാജാത്തി ഇതാണി രാജാത്തി കുറച്ചേട്ടെ പറഞ്ഞ ബഷീറിന്റെ